ഞങ്ങളുടെ ഫാമിൽ കൃഷി ചെയ്തിട്ടുള്ള ചെറിയൊരു പപ്പായ തോട്ടത്തിലാണ് ഞാനുള്ളത്. കൃഷി ചെയ്ത ആളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് ആളുടെ അടുത്ത് ചോദിച്ചറിയാം കേട്ടോ. ഇത് ഇനത്തിൽപ്പെട്ടിട്ടുള്ള പപ്പായയാണ്. ഇനത്തിൽപ്പെട്ടതാണ്. നട്ടിട്ട് എത്ര നാളായതാ? 5 മാസമായി. 5 മാസം. ഇപ്പോൾ വിളവെടുപ്പിനുള്ള സമയം ആയിട്ടുണ്ടോ? ആയി തുടങ്ങി. ഇങ്ങനെ അടിഭാഗത്തുള്ളത് ആദ്യം ഉണ്ടായതൊക്കെ വിളവെടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ കളർ വരുന്നത്, ഈ യെല്ലോ കളർ വരുന്നുണ്ടല്ലോ, അതിങ്ങനെ ആയി തുടങ്ങിയതാണത്. ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്? നമ്മൾ കൂടുതലായിട്ട് കോഴിവളം, പിന്നെ എൽപ്പൊടി, വേപ്പും പിണ്ണാക്ക്, ഡോളമേറ്റ്, ഇതൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിന് വരുന്ന രോഗങ്ങൾ എന്താണ്? ഒരു വൈറസ് രോഗമാണ് വരുന്നത്. ഇപ്പം മാർക്കറ്റിൽ അതിന് മരുന്ന് കിട്ടുന്നുണ്ട്. കൃഷി ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ്. ലാഭകരമാണ്. പപ്പായ നല്ല നിലക്ക് നോക്കുകയാണെങ്കിൽ ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാം. ഏകദേശം നമ്മൾ തൈ വെച്ച് എത്ര നാൾ തൊട്ടിട്ടാ ഇത്? 3 മാസം ആകുമ്പോഴത്തേന് കായ് വന്ന് പിടിച്ചു തുടങ്ങും. ഒരു കായ 3 മാസമാകുമ്പോൾ കായ് പിടിക്കും. എങ്ങനെ ഇതിന് മാർക്കറ്റിൽ വില വരുന്നത്? 25 മുതൽ 30 വരെ ഹോൾസെയിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് പപ്പായ കൃഷി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ.